ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ അനുവദിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, പ്രധാനമായും നമ്മൾ ചിന്തിക്കുന്ന ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാം. അതിനു മുൻപായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്, വിവിധ നിലയിൽ പൗലോസ് കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ചു. മാനസാന്തരപ്പെട്ട് തിരിയണം എന്ന് പൗലോസ് പ്രസംഗിച്ചു. പിന്നെ യേശുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് പൗലോസ് പ്രസംഗിച്ചു. നമ്മൾ എഴുതിയതാണ്, ചിന്തിച്ചതാണ്. യേശു ദൈവപുത്രൻ എന്നുള്ള നിലയിൽ പൗലോസ് ശുശ്രൂഷിച്ചു. യേശുക്രിസ്തു മൂലം സമാധാനമുണ്ടെന്ന് പൗലോസ് പ്രസംഗിച്ചു. അവൻ മൂലം പാപമോചനവും നീതീകരണവും ഉണ്ട് എന്ന് പ്രസംഗിച്ചു. കേട്ടവരെല്ലാവരും വിസ്മയിച്ചു. പൗലോസിന്റെ വാക്കുകളിൽ അവർ വളരെ ആകൃഷ്ടരായി. 23-ാമത്തെ വാക്യത്തിൽ, കുറെ നാൾ കഴിഞ്ഞ ശേഷം ശൗലും മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. നമുക്ക് ആ വാക്യത്തിൽ ആരംഭിക്കാം. നമുക്കെല്ലാവർക്കും വളരെ പ്രാർത്ഥനയോടെ ചേർന്നിരിക്കാം. ഏത് വാക്യം വായിച്ചാലും ഏത് ഭാഗം ചിന്തിച്ചാലും അതിലൂടെ വലിയവനായ ദൈവം നമ്മളോട് സംസാരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. ഞങ്ങളുടെ നല്ല ദൈവമേ, പകൽക്കാലത്ത് ഞങ്ങളുടെ സങ്കീർണമായ ഒരു പകൽക്കാലം പൂർത്തീകരിച്ച് ഞങ്ങൾ രാത്രിയുടെ യാമങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളോട് വാസ്തവമായി സംസാരിച്ച് വിശുദ്ധ പൗലോസിനെ കുറിച്ച്, പൗലോസിലൂടെ നടന്ന ശുശ്രൂഷകളെ കുറിച്ചെല്ലാം ഗ്രഹിച്ച് നിന്റെ വേലയിൽ ഞങ്ങൾക്ക് നാൾതോറും വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ഒരു പരിശുദ്ധാത്മ വ്യാപാരം ഇതിന്റെ മേലുണ്ടാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കരുണ തോന്നണമേ. ഇവർക്ക് വചനത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന എന്നെ നിനക്കറിയാലോ. എന്നെ വാസ്തവമായിട്ട് അറിയുന്ന ഒരു കർത്താവ് ജീവിക്കുന്നുണ്ടല്ലോ. എല്ലാറ്റിനും ഒത്തിരി നന്ദി കർത്താവേ. നീ ഞങ്ങളെ വാസ്തവമായി മനസ്സിലാക്കണമേ. അങ്ങയുടെ സ്വരം കേൾപ്പാൻ, അങ്ങയുടെ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെ അങ്ങ് അനുവദിക്കണമേ. അതിനായി ഞങ്ങളെ ഒരുക്കമുള്ള ഹൃദയത്തോടെ നിന്റെ വചനത്തിന്റെ മുമ്പിൽ ഇരുത്തണമേ. അങ്ങ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചാട്ടെ. സാധുവായ ഈ കൊച്ചുദാസനെ നീ അറിയുന്നുണ്ടല്ലോ. അധരങ്ങളിൽ നിന്റെ കരം വയ്ക്കണമേ. ബുദ്ധിയുടെ മണ്ഡലങ്ങളിൽ നീ പ്രവർത്തിക്കണമേ. ഓർമ്മയും ഇച്ഛാശക്തിയും നീ തരണമേ. വചനത്തിന്റെ ആഴങ്ങളെ വെളിപ്പെടുത്തി തരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. 23-ാമത്തെ വാക്യമാണ് നമ്മൾ. 23-ാമത്തെ വാക്യം, കുറെ നാൾ കഴിഞ്ഞപ്പോൾ. ഈ കുറെ നാളുകളിൽ ശൗൽ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഈ സമയം താൻ അറേബ്യയിൽ പോയി എന്ന് ഗലാത്യ ലേഖനം 1-ന്റെ 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. അതായിരിക്കണം ആ കുറെ നാൾ. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-17 വാക്യം ഇങ്ങനെയാണ്: തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ
ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോകുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. ഇതാണ് ഈ പറയുന്ന കുറെ നാൾ എന്ന് പറയുന്ന ആ ഗ്യാപ്പിൽ സംഭവിച്ച കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അവിടെ ദൈവത്തോടുകൂടെ എന്താണ് ഈ അറേബ്യയിൽ, അവിടെ എന്താണ്, അവിടെ ആരാണ്, ആരെ കാണാനാണ് പോയത്? പരിശുദ്ധാത്മാവ് അവനെ ആ മരുഭൂമിയിലേക്ക് നടത്തി. 3 ആണ്ട് കഴിഞ്ഞിട്ടെന്നാണ്. ആ കുറെ നാളെന്ന് പറയുന്നത് കേവലം 1 മാസമല്ല, 2 മാസമല്ല, 1, 2, 3 വർഷത്തിന്റെ അടുത്ത് അവനെല്ലാം വിട്ടിട്ട് കർത്താവിനോട് കൂടെ മാത്രം കഴിഞ്ഞു. ആരുമില്ല സഹായികൾ, ആരുമില്ല കൂടെ. ശരിക്കും കർത്താവിന്റെ യൂണിവേഴ്സിറ്റിയിൽ, യേശു കർത്താവിന്റെ തിയോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പൗലോസ് ജോയിൻ ചെയ്തു. ആരായിരുന്നു അതിന്റെ ഡീൻ? കർത്താവ് തന്നെയായിരുന്നു അതിന്റെ ഡീൻ. ആരായിരുന്നു അതിന്റെ ലെക്ചർ? കർത്താവ് തന്നെയായിരുന്നു. ആരായിരുന്നു വിദ്യാർത്ഥി? ശൗവലായിരുന്നു വിദ്യാർത്ഥി. വേദപുസ്തകത്തിന്റെ ആ കാലം വരെ ഗമാലിയേലിന്റെ കീഴിലിരുന്ന് പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി അതിനെല്ലാം യേശുക്രിസ്തു വെളിപ്പെടുത്തി കൊടുത്ത വെളിപ്പാടുകളുടെ മുഴുവനും ഒരു ഭണ്ഡാരപ്പുരയായി പൗലോസ് മാറി, ശൗവൽ മാറി. അവന്റെ ഉള്ളു മുഴുവനും വചനം കൊണ്ട് നിറച്ചു, സ്വർഗീയ ദർശനം കൊണ്ട് നിറച്ചു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ എനിക്കറിയാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. അപ്പൊ ഈ കാലയളവിൽ എന്തൊക്കെയാണ് പൗലോസിന് സംഭവിച്ചത് എന്ന് ആ ബ്രാക്കറ്റ് ടൈം പൗലോസ് വെളിപ്പെടുത്തിയിട്ടില്ല. കർത്താവുമായിട്ടുള്ളതായ ഒരു സീക്രട്ട് പ്ലേസ്. ദൈവമക്കളെ, നാമും കർത്താവുമായിട്ടുള്ള സീക്രസി പരസ്യപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ആ വാക്കൊന്നുകൂടി പറയാം. നാമും കർത്താവുമായിട്ടുള്ള സീക്രസി, ആ രഹസ്യ ബന്ധം, യേശുവും നാമുമായിട്ടുള്ള രഹസ്യ ബന്ധം പരസ്യപ്പെടുത്താതിരിക്കുന്നതാണ് അനുഗ്രഹം. ഒരുപക്ഷെ അതിനോട് വിയോജിക്കുന്നവർ കണ്ടേക്കാം, യോജിക്കുന്നവരും കണ്ടേക്കാം. ഞാനും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറയും, വാങ്ങും, കൊടുക്കും. അതെല്ലാം പരസ്യപ്പെടുത്താവുന്നതല്ല. നമ്മൾ വിചാരിക്കും പോലെ സീക്രസി ഉണ്ടെന്നല്ല അതിന്റെ അർത്ഥം. അവിടെ കർത്താവ് എനിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. എനിക്ക് വേണ്ടി മാത്രം തരുന്ന ചില സ്പെഷ്യലുണ്ട്. എന്നോട് മാത്രം സംസാരിച്ച ചില കാര്യങ്ങൾ കാണും. അങ്ങനെ കർത്താവുമായിട്ട് രഹസ്യ ബന്ധമുള്ളവർക്ക് മാത്രമേ അങ്ങനെ സൂക്ഷിക്കാനുള്ളൂ. അങ്ങനെ രഹസ്യ ബന്ധങ്ങളൊന്നുമില്ലാത്തവർക്ക് ഒന്നും സൂക്ഷിക്കാനില്ല. കാരണം എന്നാ, കർത്താവുമായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ല.
ഒരു രഹസ്യ ബന്ധമില്ല. കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ ആരോടും പറയാത്ത ഒരു സീക്രട്ട് ടൈം ഉണ്ട്, ഒരു സീക്രട്ട് പീരീഡ് ഉണ്ട്. നമ്മളത് ആരോടും പറയാറില്ല. അത് അവർക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയാവൂ. നമ്മളത് ആരോടും പറഞ്ഞുകൊണ്ട് നടക്കാറില്ല. യേശു എന്റെ മണവാളനും ഞാൻ അവന്റെ മണവാട്ടിയുമായിരിക്കുമ്പോ, അവൻ എന്റെ രാജാവും ഞാൻ അവന്റെ രാജ്ഞിയുമായിരിക്കുമ്പോ, അവൻ എന്റെ നാഥനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുമ്പോ, അവൻ എന്റെ സകല നിയന്താവുമായിരിക്കുമ്പോ, എന്റെ ഉള്ളും പുറവും അറിയാവുന്നവനായിരിക്കുമ്പോ, അവൻ എന്നോടും എനിക്ക് അവനോടും ചില കാര്യങ്ങൾ തീർക്കാനായിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന ദൈവമക്കളെ, ആത്മീക ജീവിതത്തിൽ ഇങ്ങനൊരു കോർണർ നമ്മളെല്ലാവരും സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഞാനും കർത്താവുമായിട്ടുള്ള ഒരു രഹസ്യ ഇടപാട്, ഒരു രഹസ്യ ബന്ധം, ആരുടെ മുൻപിലും പരസ്യപ്പെടുത്താത്ത, ആരോടും പറയാത്ത ഒരു രഹസ്യ ബന്ധം. ചിലരൊക്കെ, ഞാനതിനെ ഇത് ആയിട്ട് പറയല്ല, നെഗറ്റീവായിട്ട് ഞാൻ പറയല്ല, ചിലരൊക്കെ അതൊക്കെ ഓപ്പൺ ആയിട്ട് തന്നെ അങ്ങ് പറയും. ഞാനിപ്പോ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ്, കർത്താവ് എന്നോട് പറഞ്ഞതാണ്. അതെ, ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ എന്നോട് മാത്രം കർത്താവ് പറഞ്ഞിട്ടുള്ളത്, ഞാൻ മാത്രം അറിയേണ്ടത്, അങ്ങനെയുള്ള ആ ഒരു പേഴ്സണൽ റിലേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആത്മീക ജീവിതത്തിൽ വളരെ അനുഗ്രഹമാണ്. പലപ്പോഴും പ്രസംഗിക്കുന്നവരും ശുശ്രൂഷയിൽ നിൽക്കുന്നവരുമാണ് അത് പലപ്പോഴും ഓപ്പൺ ആയിട്ടങ്ങ് പറഞ്ഞിട്ട് ശുശ്രൂഷയ്ക്ക് കയറുമ്പോൾ പലരുടെയും ധാരണ മറ്റ് കേൾക്കുന്നവർക്ക് ഞാൻ വലിയ ഭക്തനാണെന്നോ, ഞാൻ എപ്പോഴും ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ആളാണെന്നോ, പ്രാർത്ഥനാ മുറിയിലിരുന്നെല്ലാം വാങ്ങിച്ചാണ് ഞാൻ കൊടുക്കുന്നതെന്നും ഒക്കെ ജനത്തിന് ബോധ്യമാകും എന്ന ഒരു ചിന്ത ഈ പറയുന്നയാളെ ഭരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഭക്തനാണ്, ഞാൻ പറയുന്ന ഒരു കാര്യം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പ്രാപിച്ചെടുത്തിട്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. കാര്യമൊക്കെ അങ്ങനെയാണെങ്കിലും ആ കാര്യം, അതങ്ങനെ പറയേണ്ട കാര്യം നമ്മൾക്കില്ലല്ലോ. അതങ്ങനെ പറഞ്ഞാൽ പോരെ, കർത്താവ് ഏൽപ്പിച്ചു തന്നതങ്ങ് പറഞ്ഞാൽ പോരെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, കർത്താവും ഞാനുമായിട്ടുള്ള ഒറ്റയ്ക്കുള്ള ഇടപാടുകളെ, ആ ഒരു രഹസ്യ ബന്ധത്തെ സൂക്ഷിക്കുന്നവർ ആത്മാവിൽ ശക്തരായിരിക്കും. അവരുടെ വാക്കുകൾക്ക് പരിശുദ്ധാത്മാവിന്റെ മൂർച്ച കാണും. അത് പറയണ്ട പ്രത്യേകിച്ച്. യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലാത്തവരാണോ ഇങ്ങനെ പറയണമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയാൻ എനിക്ക് ഇത്രയേ ഉള്ളൂ, ഞാനും എൻ്റെ കർത്താവുമായിട്ടുള്ള ഒരു രഹസ്യ കൂടിക്കാഴ്ചയുടെയും രഹസ്യ സംഭാഷണത്തിന്റെയും ഒരു ബ്രാക്കറ്റ് പീരീഡ് ഉണ്ടായിരിക്കട്ടെ. അവിടെയാണ് ദൈവം പല കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അവിടെയാണ് ദൈവം നമുക്ക് പല കാര്യങ്ങളെയും ബോധ്യമാക്കി തരുന്നത്. അവിടെയാണ് നമ്മളെ അധികമായി ചാർജ് ചെയ്യുന്നത്. അവിടെയാണ് വിശുദ്ധ പൗലോസ് ഈ കാലം അത്രയും അറേബ്യയിലായിരുന്നിടത്തോളം കാലം കൊണ്ട് വേദപുസ്തകത്തെ അഥവാ ന്യായപ്രമാണത്തിൽ ഗമാലിയേലിന്റെ കീഴിൽ നിന്ന് പഠിച്ചതിനെയെല്ലാം കർത്താവിനോടും അവന്റെ പുതിയ നിയമ തത്വ സംഹിതകളോടും കർത്താവിന്റെ പുതിയ പ്രമാണങ്ങളോടെല്ലാം അതിനെ അങ്ങോട്ട് യോജിപ്പിച്ചു. അതിനകത്ത് പൗലോസിനെ നന്നായി പഠിപ്പിച്ചെടുത്തു, ശൗവലിനെ പഠിപ്പിച്ചെടുത്തു. അതിന്റെ ആദ്യം അറിയണമെങ്കിൽ 3 ലേഖനം വായിച്ചാൽ മതി. ആ 3 ലേഖനം വായിക്കുമ്പോൾ മനസ്സിലാവും പൗലോസിന് എവിടുന്ന് ഈ ജ്ഞാനം കിട്ടിയെന്ന്. ഗമാലിയേലിന്റെ കീഴിൽ നിന്ന് കിട്ടിയതല്ല. ഏതാണ് ആ 3 പുസ്തകം എന്നറിയാമോ? ഒന്ന് റോമാലേഖനം, മറ്റൊന്ന് എഫേസ്യ ലേഖനം, മറ്റൊന്ന് എബ്രായ ലേഖനം. ഇത് 3
നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും. പൗലോസിന് ഈ ജ്ഞാനം എവിടുന്ന് കിട്ടിയെന്ന് അറിയാതെ ചോദിച്ചു പോകും. 14 ലേഖനങ്ങൾക്കകത്തായി അവനതങ്ങ് വാരി വിതറി. ചുരുക്കത്തിൽ ഞാൻ ആ ഭാഗം വിട്ടുവരികയാണ്. ചുരുക്കത്തിൽ ശൗവൽ മാനസാന്തരപ്പെട്ടു. മാനസാന്തരപ്പെട്ടവന് കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പ്രാപിച്ചെടുക്കാനായിട്ടുള്ള ദിവസങ്ങളും സമയങ്ങളും കണ്ടെത്തുന്നവരെയാണ് ദൈവം മൂർച്ചയുള്ള ആയുധമായിട്ട് ദൈവം ഉപയോഗിക്കുന്നത്. ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ, ജാഗ്രതയോടെ. നമ്മളെയൊക്കെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയാത്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഇരിക്കാൻ നേരമില്ല. നമുക്ക് അങ്ങനെയൊന്നും പോയിരിക്കാനുള്ള സൗകര്യമില്ല, സാവകാശവും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെയൊക്കെ ഈ വണ്ടി ഓടുകയുള്ളൂ. ഇതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ അവന്റെ കരങ്ങളിൽ ഞാൻ മൂർച്ചയുള്ള ഒരു ആയുധമായി ഞാൻ മാറണമെങ്കിൽ ഇനിയാണെങ്കിലും മതി, കുറെ സമയങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ ദൈവം ഉപയോഗിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോ കുറച്ചു നാൾ കഴിഞ്ഞിട്ടാണ് യെരുശലേമിലേക്ക് പോകുന്നതും ശിഷ്യന്മാരെ പരിചയപ്പെടുന്നു. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് വരാം. ദമസ്കോസിലേക്ക് തിരിച്ചു വന്നപ്പോൾ പോയതുപോലെയല്ല, മറിച്ച് ശക്തിയോടെ പൗലോസ് യേശുവിനെ പ്രസംഗിച്ചു. അതാണ് ദമസ്കോസിലെ പ്രസംഗം. അവിടെ നമ്മൾ കാണുന്ന പ്രസംഗം അതാണ്. ക്രൂദ്ധരായ യഹൂദന്മാർ എന്ത് ചെയ്തു? അവനെ കൊല്ലുവാനായിട്ട് പ്ലാൻ ചെയ്തു. നമ്മൾ താഴെ പഠിക്കും. ക്രൂദ്ധരായ യഹൂദന്മാർ അവനെ കൊല്ലുവാനായിട്ട് പ്ലാൻ ചെയ്തു. 24, 25 വാക്യങ്ങളില് അതാണ് നമ്മൾ കാണുന്നത്. ശൗൽ അവരുടെ കൂട്ടുകെട്ടറിഞ്ഞു. അവനെ കൊല്ലുവാൻ അവർ രാവും പകലും നഗരഗോപുരങ്ങളിൽ കാവൽ വെച്ചു. എന്നാൽ അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ അവനെ ഒരു കുട്ടയിലാക്കി മതിൽ വഴിയായി ഇറക്കി വിട്ടു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ദമസ്കോസിൽ പോയപ്പോൾ ഇത് കണ്ടത്. യഥാർത്ഥത്തിൽ അന്ന് അങ്ങനെ ഒരു അവസരം കിട്ടിയത് പോയി ശരിക്കും അവിടെ നിന്ന് നന്നായി പൗലോസിനെ കുറിച്ച് ഓർത്തും ധ്യാനിച്ചും പ്രാർത്ഥിച്ചുമാണ് ഞങ്ങൾ അവിടെ നിന്ന് പിരിയുന്നത്. ദമസ്കോസിന്റെ പടിവാതിൽ, ആ കൊട്ടയിൽ ഇറക്കി വിട്ട ആള് അവനെ ഇറക്കി വിട്ടു. ആ പൗലോസ് കൃശഗാത്രനായിരുന്നെങ്കിൽ ഉള്ളു മുഴുവനും തീഷ്ണതയുള്ള വചനം കൊണ്ട് നിറച്ചു വെച്ചു. ആത്മദാഹം കൊണ്ട് അവനെ നിറച്ചു. ശിഷ്യന്മാർ അവന്റെ സഹായത്തിനെത്തി. ശൗവൽ മടങ്ങി ദമസ്കോസിൽ വന്ന് ആ കാലയളവിലുള്ള പൗലോസിന്റെ ആ പ്രസംഗം യഹൂദ ജനത്തെ ഇളക്കി വശായി. വലിയ പീഡ അവർ വിഭാവന ചെയ്തിരുന്നു, പ്ലാൻ ചെയ്തിരുന്നു. പൗലോസിനെ ഏത് വിധത്തിലും ശൗവലിനെ ഒടുക്കണം, നശിപ്പിക്കണം എന്ന് തീരുമാനിച്ചിരുന്നു. അത് മനസ്സിലാക്കിയ ശൗവലിനെ അവിടെ നിന്ന് അവർ ഇപ്രകാരം രക്ഷിച്ചു. ആ പ്ലാൻ പൗലോസിന് അറിവ് കിട്ടി. പുരാതന നഗരങ്ങളിൽ പണിയുന്ന ആ കോട്ടകളുടെ മുകളിലൂടെ എല്ലാം രഥങ്ങൾ ഓടിക്കാനുള്ള വീതിയിലായിരുന്നു ആ കോട്ടകളെല്ലാം പണിതിരുന്നത്. കനത്ത കാവൽ ഏർപ്പെടുത്തേണ്ടതിന്
വേണ്ടിയായിരുന്നു അത്. ഡിഫൻസിലൊക്കെ അല്ലെങ്കിൽ സൈന്യത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് അറിയാം, ബോർഡറിൽ പോയിട്ടുള്ളവർക്ക് അറിയാം. ബോർഡറിലെല്ലാം ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ, അതുപോലെ മറ്റേ ബംഗ്ലാദേശിന്റെ ബോർഡർ ഒക്കെ നമ്മൾ പോയി കണ്ടിട്ടുള്ളതാണ്. ആ ബോർഡറിലെല്ലാം ഒരു പ്രത്യേക സ്പേസ് ഉണ്ട്, ഒരു 12 അടി വീതിയിൽ. ആ 12 അടി വീതിയിലുള്ള 2 ഫെൻസിങ് കാണും. അതിലൂടെ നമ്മുടെ വാഹനം പെട്രോളിങ്ങിനുള്ളതാണ്, മിലിറ്ററിക്കാരുടെ പെട്രോളിങ്ങിനുള്ളതാണ്. ദൈവമക്കളെ, അങ്ങനെ അതിനൊരു സൗകര്യം ക്രമീകരിച്ചിരുന്നത് പോലെ കോട്ടയുടെ മുകളിൽ രഥമോടിച്ചു പോകാനും അതിന്റെ സുരക്ഷയെ നോക്കാനും ഒരു സംവിധാനം പുരാതന നഗരങ്ങൾക്ക്, വലിയ പ്രസിദ്ധമായ നഗരങ്ങൾക്കെല്ലാം പണിയുന്ന കോട്ടകളിൽ ഉണ്ടായിരുന്നു. പുരാതന നഗരങ്ങൾക്ക് മുകളിലൂടെ അങ്ങനെ രഥങ്ങൾ ഓടിച്ചു പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വീതിയുള്ള മതില്, അതിന്റെ മീതെ ആളുകൾ പാർത്തിരുന്നു. രാഹാബ് എന്ന സ്ത്രീ പാർത്തിരുന്നത് യെരിഹോ മതിലിന്റെ മുകളിലാണ്. അവർക്ക് ദൂരെ നിന്ന് വരുന്നവരെ തിരിച്ചറിയാനും അത് റിപ്പോർട്ട് ചെയ്യാനുമുള്ള സൗകര്യം അതിനകത്തുണ്ടായിരുന്നെന്ന് ചുരുക്കം. 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവൻ യെരുശലേമിൽ എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചേരുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ അവൻ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. കാരണം ഇവനാണ് ഇവരെ കൊല്ലാനായി ഓടി നടന്നയാള്. കഴിഞ്ഞ 1, 2, 3 വർഷം മുമ്പ് ക്രൈസ്തവരെ മുഴുവൻ പീഡിപ്പിക്കാനായി, കൊന്നുകളയാനായി അധികാരപത്രം വാങ്ങി നടന്ന അവനൊരു കർത്താവിന്റെ ദാസനായി എന്നുള്ളത് അവർക്ക് അംഗീകരിക്കാൻ മനസ്സല്ലായിരുന്നു. വ്യാജമാണ് ഇത് എന്ന് അവർ ധരിച്ചുപോയി. അവരത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. ഇദംപ്രഥമമായി ക്രിസ്ത്യാനിയായ ശേഷമുള്ള യെരുശലേമിലേക്കുള്ള ആഗമനം നിങ്ങൾ നോക്കണം. ആ കാലം വരെ യെരുശലേമിൽ ക്രൈസ്തവരെ ധ്വംസിക്കുന്നതിൽ മുന്നിട്ട് നിന്ന ശൗവൽ ഏതാനും ചില ദമസ്കോസിൽ പോയി അവരെ മുഴുവൻ നശിപ്പിച്ചിട്ട് അവിടുന്ന് അവരെ പിടിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞ് അധികാരപത്രവുമായി വാങ്ങിച്ചുകൊണ്ട് പോയ ശൗവലിനെ വർഷങ്ങൾക്ക് ശേഷം കാണുന്നത് ഇങ്ങനെയാണ്. എല്ലാവർക്കും ഭയങ്കര ആശ്ചര്യമായി. ശൗവൽ ഇദംപ്രഥമമായി യെരുശലേമിലേക്ക് ചെന്നു. താൻ ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഗലാത്യ ലേഖനം 1:18 നമ്മൾ വായിച്ചതാണ്. 3 ആണ്ട് കഴിഞ്ഞിട്ട്, ഗലാത്യ ലേഖനം 1:18, 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഭാവുമായി മുഖപരിചയമാകേണ്ടതിന് യെരുശലേമിലേക്ക് പോയി 15 ദിവസം അവനോട് ചേർന്നു എന്നാണ് അവിടെ ഗലാത്യ ലേഖനം 1:18 നമ്മൾ വായിക്കുന്നത്. യെരുശലേമിലുള്ള അപ്പോസ്തലന്മാരല്ല, കർത്താവ് തന്നെയാണ് ശൗലിനെ അപ്പോസ്തലനാക്കിയത് എന്ന് ഈ കാര്യം വളരെ വ്യക്തമായി പറയുന്നു. ഇവരുടെ ആരുടെയും പങ്ക് അതിനകത്തില്ല. കർത്താവ് തന്നെ തെരഞ്ഞെടുത്തു, കർത്താവ് തന്നെ അഭ്യസിപ്പിച്ചു, കർത്താവ് തന്നെ അവനെ വെളിപ്പെടുത്തി കൊടുത്തു, കർത്താവ് തന്നെ എന്റെ ശിഷ്യത്വത്തിലേക്ക് അവനെ ചേർത്തു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ശിഷ്യന്മാരിൽ നിന്ന് അവന് വേണ്ടത്ര പിൻബലം കിട്ടിയില്ല. 1:1 വാക്യം നിങ്ങൾ നോക്കുമ്പോൾ കാണാം. ഗലാത്യ ലേഖനം 1:1. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും
അപ്പൊ എങ്ങനെയാണ് അവൻ അപ്പോസ്തലനായ പൗലോസായത്? കർത്താവ് തന്നെ അവനെ അപ്പോസ്തലനാക്കി. കർത്താവ് തന്നെ അവനെ തെരഞ്ഞെടുത്തു. കർത്താവ് തന്നെ അവനെ നിയമിച്ചു. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാരുടെ നടുവിൽ അവന് വേണ്ടത്ര സ്വാഗതം ലഭിച്ചില്ല. കാരണം അവൻ സഭയെ പീഡിപ്പിച്ചിരുന്നവനായിരുന്നു. ഒരുപക്ഷെ അവര് മനസ്സിൽ പറഞ്ഞു കാണും, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്, ഒരു കൂശിന് തന്റെ ത്വക്കും പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ എന്ന് ഒരു വാക്യം നമ്മൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 13:23 വായിക്കുന്നുണ്ടല്ലോ. എന്നതുപോലെ ഈ ശൗവലിന് ഇങ്ങനൊരു മാറ്റം വരുമോ? കൂശിനായിട്ടുള്ളവന് അവന്റെ നിറം മാറ്റാൻ കഴിയുമോ? പുള്ളിപ്പുലിക്ക് അവന്റെ പുള്ളി മാറ്റാൻ കഴിയുമോ? ശൗവലിന് അവന്റെ സ്വഭാവത്തെ മാറ്റാൻ കഴിയുമോ? അതുകൊണ്ട് അവരത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ തുടച്ചു നീക്കാൻ ശ്രമിച്ച വിശ്വാസത്തെ അവൻ ആശ്ലേഷിച്ചു. ഭൂപ്പരപ്പിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ച ആ വിശ്വാസത്തെ. ഞാൻ ശരിക്കും ഇവിടെ ഛത്തീസ്ഗഡില് സംഭവം ഉണ്ടായി. സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയതിനു ശേഷം ബജ്രംഗ് വലിയൊരു ആഘോഷ പരിപാടി ഉണ്ടാകും. അവര് സോഷ്യൽ മീഡിയയിൽ വന്ന അവരുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഒരു അതികായനായ ഒരു മനുഷ്യൻ കറുത്ത കൂളിംഗ് ഗ്ലാസ് വെച്ച് വന്നു നിന്ന് അവനെ കണ്ടപ്പോ ഞാൻ ആദ്യം അവന്റെ വാക്ക് കേട്ടപ്പോ, കർത്താവേ നീ അവന്റെ മേൽ പ്രവർത്തിക്കണമേ എന്ന് ഒത്തിരി പ്രാർത്ഥിച്ചു അവന് വേണ്ടി. പൗലോസിനേക്ക് ഞാൻ ആ സമയത്ത് അവന്റെ സംഭാഷണം കേട്ടുകൊണ്ടിരുന്നപ്പോ ഓർത്തു, എതിർക്കുന്നവരെ പക്ഷത്താക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ഭാരതത്തിന്റെ മണ്ണിൽ ദൈവമക്കളുടെ കണ്ണുനീര് ഈ കാലഘട്ടത്തിന് വളരെ അനിവാര്യമായിരിക്കുന്നു. ആ സിസ്റ്റേഴ്സ് ഇട്ട ജയിലിൽ നിരപരാധികളായ ധാരാളം, ഏതാണ്ട് 50-58 പേര് കിടപ്പുണ്ടത്രേ. അവർക്ക് ജാമ്യമെടുക്കാൻ അവർക്ക് ആളില്ല, അഡ്വക്കേറ്റിനെ വെക്കാൻ ആളില്ല. അവർക്ക് വിമോചനം കൊടുക്കാൻ, ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ തക്കവണ്ണമുള്ള FIR അല്ല എഴുതിയിരിക്കുന്നത്. ദൈവമക്കളെ, അങ്ങനെ ജയിൽ തുറുങ്കിൽ അടയ്ക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ധാരാളം ദൈവമക്കളുണ്ട്. ഈ കാലഘട്ടത്തിലും മതസ്വാതന്ത്ര്യത്തിന് പേര് കേട്ട ഭാരതത്തിന്റെ മണ്ണിൽ പോലും പറയട്ടെ, അങ്ങനെയുള്ളവർക്ക് മാനസാന്തരം ഉണ്ടാകുമ്പോ അതുണ്ടാക്കുന്ന വിപ്ലവാത്മകമായ അന്തരീക്ഷം വളരെ വലുതാണ്, വളരെ വലുതാണ്. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയട്ടെ. 27-ാമത്തെ വാക്യം. ഇങ്ങനെ ശിഷ്യന്മാർക്ക് അവനെ വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോ ബർന്നബാസിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ബർന്നബാസ് എന്ന ആ പക്വതയാർന്ന മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? അവനെ സ്വീകരിച്ചു. ശിഷ്യന്മാർ അവനെ കൈക്കൊള്ളാൻ തയ്യാറായില്ലെങ്കിലും ബർന്നബാസ് അവനെ സ്വീകരിച്ചു. അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി ശൗലിനെ പരിചയപ്പെടുത്തി. ദമസ്കോസിന്റെ റോഡിൽ വെച്ചുണ്ടായ, തെരുവീതിയിൽ വെച്ചുണ്ടായ ആ അത്ഭുത കഥ ബർന്നബാസിന്റെ സാന്നിധ്യത്തിൽ ശൗൽ ശിഷ്യന്മാരെ അറിയിച്ചു. ബർന്നബാസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചതാണ്. ഈ ബർന്നബാസിനെ അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് വിവിധ സ്ഥലങ്ങളിൽ കാണാം. നമ്മൾ കണ്ടു. ബർന്നബാസിനെ കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പൊ ബർന്നബാസിനെ ശൗൽ എന്ത് ചെയ്തു? കൊണ്ടുപോയി ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അവനെ വിശ്വസിക്കാം, ഇന്നതുപോലെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തു. പൗലോസിന്റെ യെരുശലേം സന്ദർശനത്തെ കുറിച്ച്
വളരെ വിശദമായി എഴുതപ്പെട്ടിരിക്കുന്ന ഗലാത്യ ലേഖനം 1-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ മുഴുവൻ വിവരണങ്ങളും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. 15 ദിവസം ശൗവൽ ശിഷ്യന്മാരുടെ കൂടെ പാർത്തു. പ്രൈസ് ദി ലോർഡ്. സ്തെഫാനോസ് ചെയ്തതുപോലെ, സ്തെഫാനോസ് പ്രസംഗിച്ചതുപോലെ, സ്തെഫാനോസിൽ അവസാനിച്ചു പോയ ശുശ്രൂഷ അത് ശൗവൽ ഏറ്റെടുത്തു. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അപ്പോസ്തല പ്രവൃത്തികളിൽ യേശുക്രിസ്തു നിമിത്തം പൗലോസ് അനുഭവിച്ച പീഡകളെ കുറിച്ചാണ്. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വിശുദ്ധ പൗലോസ് യേശുക്രിസ്തു നിമിത്തം അനുഭവിച്ച പീഡകൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 9-29 വാക്യം. 9-29 ഇങ്ങനെയാണ്: യവനാ ഭാഷക്കാരായ യഹൂദന്മാരോടും അവൻ സംഭാഷിച്ചു, തർക്കിച്ചു. അവരോ അവനെ കൊല്ലുവാൻ വട്ടം കൂട്ടി. പച്ചന സുവിശേഷം പറഞ്ഞപ്പോൾ അവനെതിരെ ഗൂഢാലോചന നടത്തി. കർത്താവ് അവനെ രക്ഷിച്ചതും സുവിശേഷത്തിന്റെ ശക്തിയും അവൻ പങ്കുവെച്ചപ്പോ ലോകം അവന് എതിരായി. ഇന്ന് രാവിലെ മോർണിംഗ് ഫെലോഷിപ്പിൽ നമ്മൾ കേട്ടു, നമുക്ക് എത്ര ശത്രുക്കളെ ഉള്ളൂ? 3 ശത്രുക്കളെ നമുക്കുള്ളൂ: ലോകം, ജഡം, പിശാച്. ഇവർ 3 ഭയങ്കര യോജിപ്പാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? ഒരു പൊതു ശത്രുവിനെ ആക്രമിക്കാൻ. ആരാണ് ആ പൊതു ശത്രു? അവരുടെ പൊതു ശത്രുവാണ് സാറേ ഞാൻ എന്ന് പറയണം. അവന് നമ്മൾ ഇതുവരെ ശത്രു അല്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളും അവനുമായിട്ട് ടൈപ്പാണെന്നാണ്. ഭായ് ഭായിയാണ്, ഭായ് ഭായ്. അതുകൊണ്ട് അവന് നമ്മളെ എതിർക്കേണ്ട കാര്യം ഇല്ല. വചനം പഠിക്കുന്നതിനൊന്നും അവന് യാതൊരു എതിർപ്പുമില്ല. യോഗത്തിന് പോണേനും എതിർപ്പില്ല. പ്രാർത്ഥിക്കാതിരുന്നാ മതി. പ്രാർത്ഥിക്കുന്നത് അവന് ഇഷ്ടമല്ല. ബാവായി പുത്രനും ചൊല്ലണേനൊന്നും കുഴപ്പമില്ല, കുരിശ് വരയ്ക്കണേനും കുഴപ്പമില്ല. പക്ഷേ ഈ പ്രാർത്ഥന അവന്റെ ലൈൻ വിട്ടുപോകുമ്പോ അവൻ അപ്പം മനസ്സിലാവും. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഈ ഡിവൈസിലിരിക്കുന്ന നമ്മളുടെ പലരുടെയും പ്രാർത്ഥനയെ അവൻ വലിച്ചു താഴ്ത്തിട്ടേക്കുക. ഇപ്പൊ പ്രാർത്ഥനയില്ല, കേൾക്കലും നോട്ടെഴുത്തും മാത്രമേ ഉള്ളൂ. അത് അവന് ഇഷ്ടമുള്ള കാര്യമാണ്. എഴുതിക്കോ കുഞ്ഞാമറിയാമേ, നീ ഇഷ്ടം പോലെ ഇരുന്ന് എഴുതിക്കോ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. അതിനകത്തൊരു എതിർപ്പിന്റെ പ്രശ്നം ഉദിക്കുന്നേ ഇല്ല. എല്ലാ സൗകര്യവും ചെയ്തു തരും. ദൈവങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ അറിയാം, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉരുണ്ടുകയറ്റം, പെരണ്ടുകയറ്റം, കൈകാലുകൾപ്പം, നെഞ്ചുവേദന, തലവേദന, കാലുവേദന, ഇല്ലാത്ത നൊമ്പരങ്ങളും പ്രയാസങ്ങളും നമുക്കില്ല. ഇരിക്കുമ്പോ തോന്നും നിൽക്കണമെന്ന്, നിൽക്കുമ്പോ തോന്നും കിടക്കണം. ഇങ്ങനെ നമുക്ക് ആ പ്രാർത്ഥന നേരെ ജീവന് പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു അവസ്ഥാവിശേഷം ഉണ്ടാക്കിയെടുക്കും. ഞാൻ പറയട്ടെ, അവരുടെ 3 കൂട്ടരുടെയും ഒരു പൊതു ശത്രുവാണ് ഞാൻ എന്ന് വിശ്വസിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. ആ ഒരു ശത്രുത്വം വേണം, ആ ഒരു ശത്രുത്വം അനിവാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അപ്പോ പൗലോസ് അത് പ്രസംഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവർ അവനെ കൊല്ലുവാനായിട്ട് പ്ലാൻ ചെയ്തു. 2,
13-ാം അധ്യായത്തിന്റെ 50-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ന്റെ 50-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 13-ന്റെ 50-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിന്റെയും ബർന്നബാസിന്റെയും നേരെ ഉപദ്രവമുണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. പിസിദ്ധ്യയിലെ അന്ത്യോക്യയിൽ യഹൂദന്മാർ പൗലോസിന്റെയും ബർന്നബാസിന്റെയും നേരെ പീഡനം അഴിച്ചുവിട്ടു. അവരെ തങ്ങളുടെ ദേശത്ത് നിന്ന് ആട്ടിപ്പായിച്ചു. ഞങ്ങളുടെ പഞ്ചായത്തിൽ കണ്ടുപോകരുതെന്ന് അവർ ആക്രോശിച്ച് പറഞ്ഞ് അവരെ ഓടിച്ചു ഗ്രാമത്തിൽ നിന്ന്. 13-ന്റെ 50-ാമത്തെ വാക്യം. മൂന്നാമത്തേത് ഇക്കോനിയിൽ വെച്ചുണ്ടായതാണ്. 14-ന്റെ 5-ാമത്തെ വാക്യം. 14-ന്റെ 5 ഇങ്ങനെയാണ്: അവരെ അപമാനിപ്പാനും കല്ലെറിവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോടുകൂടി ഒരു അക്രമം ഭാവിച്ചപ്പോൾ അവർ അത് ഗ്രഹിച്ച് ലൂസ്ര, ദർബെ എന്നീ ലുക്കവോന്യ പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള ദേശത്തേക്കും ഓടിപ്പോയി അവിടെ സുവിശേഷം അറിയിച്ചു. അപ്പോ ഇക്കോനിയിൽ ജാതികളും യഹൂദന്മാരും അവരുടെ പ്രമാണികളോടുകൂടി ചേർന്ന് അവരെ അപമാനിക്കുകയും കല്ലെറിവാനും ശ്രമം നടത്തി. എവിടെ വെച്ച്? ഇക്കോനിയിൽ വെച്ച്. അവരെ പൗലോസിനെയും ബർന്നബാസിനെയും അപമാനിക്കുവാനും കല്ലെറിയാനുമായിട്ട് ഒരുങ്ങി അവരെ ഓടിച്ചു അവിടെ നിന്ന്. 14-ന്റെ 5-ാം വാക്യം. നാലാമത്തേത് ലൂസ്രായിലാണ്. ലൂസ്രായിലെ അന്ത്യോക്യയിൽ നിന്ന് കൂടാതെ ഇക്കോനിയിൽ നിന്നും യഹൂദന്മാർ വന്ന് പുരുഷാരത്തെ ഇളക്കി അവരെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. 14-ന്റെ 9-ാമത്തെ വാക്യം. 14-ന്റെ 9. ലൂസ്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയുമുള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവൻ പൗലോസിനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട്, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കവോന്യ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. അവിടെ വെച്ചാണ് ബർന്നബാസിന് ഇന്ദ്രൻ എന്നും പൗലോസിന് മുഖ്യപ്രസംഗകനാകയാൽ അവന് ബുധനെന്നും അവർ പേർ വിളിച്ചു. ഇതങ്ങ് കേട്ടപ്പോ 14-ാമത്തെ വാക്യം. ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. പൗലോസിനെ അവർ കല്ലെറിയാനായിട്ട് പ്ലാൻ ചെയ്തു. അതാണ് നമ്മൾ അവരിൽ കൂടെ നടന്ന ആ പ്രവൃത്തികൾ നിമിത്തമായി അവർ പൗലോസിനെ കല്ലെറിയാനായിട്ട് തീരുമാനിച്ചു. 5-ാം വാക്യം. 5-ാമത്തേത്. ഫിലിപ്പിയിൽ പുരുഷാരം അവർക്കെതിരെ ഇളകി
അധിപതികൾ അവരുടെ വസ്ത്രം അഴിച്ചു, വടികൊണ്ട് അവരെ അടിക്കുവാൻ കൽപ്പിച്ചു, അവരെ വളരെ അടിപ്പിച്ചു. 16:22, 23. പുസ്തക പ്രവൃത്തികൾ 16:22, 23 വാക്യം. ഫിലിപ്പിയ ദേശത്ത് വെച്ച് ധാരാളം പുരുഷാരം അവർക്കെതിരെ ഇളകി വന്നു. എന്ത് ചെയ്തെന്നറിയാമോ? പൗലോസിനെയും ബർന്നബാസിനെയും വസ്ത്രാക്ഷേപം ചെയ്യിപ്പിച്ചു, എന്നിട്ട് അടിച്ചു. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി 1 × 40 അടി 5 വട്ടം കൊണ്ടു പൗലോസ് അവൻ അടിയേറ്റു. 6. ആഖായിൽ ഗല്ലിയോൻ ഗവർണറായിരിക്കുമ്പോൾ, ഗവർണർ ഗല്ലിയോൻ എന്ന് പറയുന്ന വ്യക്തി ആഖായിലെ ഗവർണറായിരിക്കുമ്പോൾ യഹൂദന്മാർ സംഘടിതമായി പൗലോസിന്റെ നേരെ ഒരു ആക്രമണം നടത്തി. അവർ ന്യായപീഠത്തിന്റെ മുൻപിൽ ഹാജരാക്കി. 18:12 വാക്യം. ഗല്ലിയോൻ ആഖായിൽ ദേശാധിപതിയായി വാഴുമ്പോൾ യഹൂദന്മാർ പൗലോസിന്റെ നേരെ ഒരുമനപ്പെട്ട് എഴുന്നേറ്റ് അവനെ ന്യായാസനത്തിന്റെ മുൻപാകെ കൊണ്ടുവന്നു. ആഖായിലെ ഗല്ലിയോൻ ഗവർണറായിരിക്കുമ്പോൾ പ്രകോപിതരായ പുരുഷന്മാർ അല്ലെങ്കിൽ ജനം സംഘടിതമായി അവരെ ആക്രമിച്ച് അവനെ പിടിച്ച് ന്യായവിസ്താര സഭയുടെ മുൻപിൽ കൊണ്ടുവന്നു. 7. 21:32 യെരുശലേമിൽ ജനക്കൂട്ടം പൗലോസിനെ അടിച്ചു. 21:32 യെരുശലേമിലെ ജനക്കൂട്ടം പൗലോസിനെ കയ്യേറ്റം ചെയ്തു. 8. 21:35-36 പുസ്തക പ്രവൃത്തികൾ 21:35-36 അവനെ കൊന്നുകളക എന്ന് ആർത്തുകൊണ്ട് പുരുഷാരം പിൻചെന്നു. ജനക്കൂട്ടം അക്രമാസക്തരായി. അപ്പോൾ പടയാളികൾ ജനത്തിന്റെ നടുവിൽ നിന്ന് അവനെ രക്ഷിച്ചു. അവനെ എടുക്കേണ്ടി വന്നു. 21:35-36 വാക്യം. 9. യെരുശലേമിൽ തന്നെ, അഥവാ 22:22 വാക്യം. പുസ്തക പ്രവൃത്തികൾ 22:22 യെരുശലേമിൽ തന്നെ വീണ്ടും ജനക്കൂട്ടം ഇങ്ങനെയുള്ളവനെ ഭൂമിയിൽ നിന്ന് നീക്കിക്കളക, അവൻ ഭൂമിക്കൊരു ശാപമാണ്, അവൻ ജീവിച്ചിരിക്കുന്നത് യോഗ്യമല്ല എന്ന് നിലവിളിച്ചു പറഞ്ഞു. അത്രമാത്രം പൗലോസ് ഭൂമിക്ക് അധികപ്പറ്റാണെന്ന് ഈ ലോകം പൗലോസിനെ വിധി എഴുതി. 22:22 വാക്യം. 10ാമത്തെ കാര്യം. 23:10 വാക്യം.
പൗലോസിനെ ജനക്കൂട്ടം പിച്ചി ചീന്തിക്കളയുമെന്ന് സഹസ്രാധിപൻ ഭയപ്പെട്ടു. അതുപോലെ ജനം മുഴുവനും അവനെതിരായി. അപ്പൊ ഇത്രയും എതിർപ്പുകളുടെ നടുവിൽ 9:30 വാക്യം നിങ്ങൾ നോക്കൂ. സഹോദരന്മാർ അതറിഞ്ഞ് അവനെ കൈസരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് തർശോസിലേക്ക് അയച്ചു. ഏതാണ് തർശോസ്? തർശോസ് അവന്റെ സ്വന്തം നാടാണ്. അപ്പോ യെരുശലേമിൽ നിന്ന് അധികാരപത്രം വാങ്ങി ദമസ്കോസിന് പോയ ശൗവൽ കർത്താവിനാൽ പിടിക്കപ്പെട്ട് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് അവിടെ നിന്ന് നേരെ അറേബ്യയിൽ പോയി നാളുകൾ പാർത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയും സ്വർഗീയ അനുഭവങ്ങളും പ്രാപിച്ച് യെരുശലേമിലേക്ക് മടങ്ങി വന്ന് പൗലോസിന് പീഡയും ഭീഷണിയും ഇല്ലാത്ത നാളുകൾ ഉണ്ടായിരുന്നില്ല. എല്ലാവരും അവന് എതിരായി. ആ നാൾ വരെ പൗലോസിന് കൈകൊടുത്ത് നടന്ന സകലരും പൗലോസിനെതിരായി. അവന്റെ ഉറ്റവരും ഉടയവരും അവനെതിരായി. അവന്റെ അധികാരികൾ അവനെതിരായി. അവന് യെരുശലേമിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമായി. ശൗവൽ എന്ന് കേൾക്കുമ്പോൾ അവർ ഞെട്ടും. ദൈവമക്കൾക്ക് അവനൊരു ആവേശമായി. അനേകരുടെ മാനസാന്തരത്തിന് കാരണമായി. രാജാക്കന്മാർക്ക് പോലും അവന്റെ വാക്കുകൾ അംഗീകരിക്കേണ്ടി വന്നു. അത്രമാത്രം പീഡകളുടെ നടുവിൽ നിന്ന് അവനെ ഒഴിവാക്കി സ്വന്തം നാട്ടിൽ തർശൂസിലേക്ക് അവനെ കൊണ്ടു ചെന്നാക്കി. കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിന് വേണ്ടി പീഡയേൽക്കുന്നതിൽ പൗലോസ് അഭിമാനിച്ചു. ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ കഷ്ടതകൾക്കോ പട്ടിണിക്കോ ദാരിദ്ര്യത്തിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒരു ശക്തിക്കും എന്നെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല. എത്ര ത്യാഗമേറ്റെടുക്കാനും എന്തുമാത്രം വേദന ഏറ്റെടുക്കാനും എന്തുമാത്രം നിന്ന ഏറ്റെടുക്കാനും സമർപ്പിക്കപ്പെട്ട പൗലോസ്. രാത്രി ഈ വചനം കേട്ട് നമ്മൾ മടങ്ങുമ്പോ എന്റെ കർത്താവിന് വേണ്ടി എന്തും അനുഭവിപ്പാൻ ഞാൻ എന്നെ അവന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പറയാൻ പറ്റുമോ? അവന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി എനിക്കുള്ളത് എന്തും കൊടുക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നു. പറയാൻ പറ്റുമോ? എന്റെ കർത്താവിന്റെ വേലയുടെ ആവശ്യത്തിന് വേണ്ടി എത്ര സമയം വേണമെങ്കിലും ഞാൻ എന്റെ കർത്താവിന് വേണ്ടി ചെലവ് ചെയ്യാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. പറയാൻ പറ്റുമോ? വിലയില്ലാത്ത യാഗം, വില കൊടുക്കാത്ത യാഗത്തിൽ ദൈവം പ്രസാദിക്കില്ല. ദൈവമക്കളെ, കഷ്ടപ്പാടും ത്യാഗവും ഏറ്റെടുക്കാൻ ഒരുങ്ങണം. ക്രിസ്ത്യാനിയാകുക എന്ന് പറഞ്ഞാൽ മരണത്തിന് ചീട്ടെടുക്കുക എന്നായിരുന്നു 1-ാം നൂറ്റാണ്ടിൽ. നമ്മൾ അതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അനേകം കള്ളനാണയങ്ങൾ വലിച്ചെറിയപ്പെടും. കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്നവർ നിലനിൽക്കും. എന്തു വന്നാലും എനിക്കെന്റെ കർത്താവ് മതി, എനിക്കെന്റെ യേശു മതി. ഞാൻ എൻ്റെ വിലപ്പെട്ട ജീവിതം, വിലയേറിയ ജീവിതം, ബാക്കിയുള്ള ജീവിതം, എൻ്റെ കയ്യിലുള്ളതെന്തോ എന്തും
ഞാൻ കർത്താവിനായി കൊടുക്കാൻ ഒരുക്കമാണ്. സമർപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. സ്നേഹവാനായ ദൈവമേ, കരുണയുള്ള കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ബലഹീനനും സാധുവുമായ അടിയനെ സമർപ്പിക്കും. ക്രൂശിലെ മരണത്തോളം എനിക്ക് വേണ്ടി അനുസരിച്ച, സഹിച്ച, ത്യാഗമേറ്റ അങ്ങയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാനും അങ്ങയ്ക്ക് വേണ്ടി എന്തും ചെയ്യാനും എത്രത്തോളം വില കൊടുക്കണമോ അത് കൊടുക്കാൻ ഇതാ ഞാൻ എന്നെ സമർപ്പിക്കും. സമർപ്പിക്കുവാൻ മനസ്സാണെങ്കിൽ, ഒരുക്കമാണ്, യേശു അപ്പന്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കും.